ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സിനിമ OTT അല്ല യൂട്യൂബിൽ റിലീസ് ആയതിന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പ്. ധ്യാൻ ശ്രീനിവാസനോട് പറയുന്ന ഇത്രേ ഉള്ളൂ, ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ്, ഹിരോഷിമയിൽ ഇട്ട ബോംബ് ഏത് വേണമെങ്കിൽ ഇറക്കിക്കോ. ഇതേപോലെ യൂട്യൂബിലേക്ക് ഇറക്കി നമുക്ക് തപ്പാനും പിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും, കാശും അധികം പോയില്ലല്ലോ. ഈ സിനിമയെ പറ്റി പറയാന്ന് വെച്ചാൽ വളരെ മികച്ചൊരു ബോംബ് എന്ന് തന്നെ പറയാനുള്ളൂ. ധ്യാൻ ശ്രീനിവാസൻ 1 മണിക്കൂറിന്റെ ഒക്കെ ബോംബ് ഇറക്കി നമുക്ക് കാണാനും കുറച്ച് എളുപ്പമായിരുന്നു. ധ്യാൻ ശ്രീനിവാസനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും വലിയൊരു കോമാളിയായി തോന്നിയത് അപ്പാനി ശരത്തിനെയാണ്. ആളാണ് വില്ലൻ. ആളിന്റെ ഒരു ഇൻട്രോ സീൻ ഉണ്ട്, മഴ പെയ്ത് ഇടി വെട്ടുമ്പോൾ ആളിങ്ങനെ ഹൾക്കിനെ പോലെ ഇങ്ങനെ വന്ന് നിൽക്കും, റൊണാൾഡോ സ്യൂ ഇടുന്ന പോലെ. എന്നിട്ട് സൈഡിൽ ഇടിമിന്ന പോലെ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു എഫക്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ണില് നീല ലെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ ഡയറക്ടറെ എങ്ങനെ ചിരിക്കാതിരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസൻ അപ്പാനി ശരത്തിന് ഡയറക്ടറിന്റെ വല്ല കാശും കടം മേടിച്ചിട്ടുണ്ടാവും. അതിന് ആള് മുതലെടുത്തതാണ് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ജീപ്പ് ഇങ്ങനെ വരുന്ന ഒരു സീൻ ഉണ്ട്, ജീപ്പിന്റെ അണ്ണാക്കിൽ ഇരുന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തത് തോന്നുന്നു. ശരിക്കും ഒരു കോമാളി ആയിട്ടാണ് അപ്പാനി ശരത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഐ നോ ഐ എം ബീങ് ഹാർഷ്, ബട്ട്